ഓൺലൈൻ വഴി നടക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ദിവസം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴത്തെ ഗായിക അമൃത സുരേഷിനും വാട്സപ്പ് വഴി സ്കാം വഴി ഒരു സംഘം നടത്തിയ തട്ടിപ്പിലൂടെ 1,00,000 രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുന്നു. അമൃതയുടെ ബന്ധുവിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതോടാണ് തട്ടിപ്പിന്റെ തുടക്കം. 1,50,000 രൂപ ആവശ്യപ്പെട്ടുള്ള കസിന്റെ മെസ്സേജ് വന്നപ്പോൾ അത്യാവശ്യമെന്ന് കരുതി മറിച്ചൊന്നും ചിന്തിക്കാതെ ഗായിക പണം ഗൂഗിൾ പേ ചെയ്തു. പിന്നീട് വീണ്ടും കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ കാര്യം തിരക്കാമെന്ന് കരുതി കസിനെ ഫോണിൽ വിളിച്ചപ്പോഴാണ് അതൊരു ഓൺലൈൻ സ്കാം ആയിരുന്നുവെന്ന് അമൃത മനസ്സിലാക്കിയത്. എനിക്ക് പറ്റിയ പുതിയ മണ്ടത്തരത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണ്ടത്തരമല്ല. അത് ഇനി എന്തായാലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃതയുടെ വീഡിയോ ആരംഭിക്കുന്നത്. കൂനിന്മേൽ കുരുവെന്ന് പറയുന്നത് പോലെ പണി കിട്ടി 45,000 രൂപയും വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് അമൃതയെന്നും സഹോദരി അഭിരാമിയും പറയുന്നു. മഴക്കാലവും സ്കൂൾ ഓപ്പണിങ്ങുമെല്ലാം ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനമില്ലാത്ത സമയമാണല്ലോ ഇപ്പോൾ. അങ്ങനെ അടുത്തിടെ ഒരു വാട്സപ്പ് സ്കാനിങ് ഞാൻ അകപ്പെട്ടു. ഇങ്ങനൊരു സ്കാം നടക്കുന്നതിന് എനിക്ക് അറിയില്ലായിരുന്നു. സ്കാമിന് ഇരയായപ്പോൾ മുതൽ ഈ സമയം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രശ്നമാണ്. സ്ട്രെസ് വന്നാൽ എനിക്ക് ചിരി വരും. പിന്നെ കിളി പൊട്ടന്മാരെ പോലെ ഇരിക്കും. വീട്ടിൽ വലിയ ഇഷ്യൂ നടന്നാലും ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ ആ വിഷമം പുറത്തു വരൂ. നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതുവരെയും എനിക്കൊരു അലോസരമായി തോന്നിയിട്ടുള്ളത്. സൈബർ കുറ്റവാളികളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ അനൗൺസ്മെന്റ്. തട്ടിപ്പിന് ഇരയായാൽ വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പരും ആ അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട്. അതൊന്നും മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം സ്റ്റുഡിയോയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചത്. എമർജൻസിയാണ്, 45,000 രൂപ അയക്കാമോ എന്നാണ് ചോദിച്ചത്. ഒപ്പം ഒരു UPI ID അയച്ചു തന്നു. ചേച്ചിയുടെ UPI വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. എമർജൻസി ആയതുകൊണ്ട് ചോദിക്കാത്ത പണം ഞാൻ അയച്ചു കൊടുത്തു. കൂടാതെ സ്ക്രീൻഷോട്ടും എൻ്റെ ഒരു സെൽഫിയും വരെ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ താങ്ക് യു എന്ന് മെസ്സേജും വന്നു. കൂടാതെ കുറച്ച് പൈസ കൂടി അയക്കുമോ എന്ന് ചോദിച്ചു. ഉടൻ ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. പക്ഷേ ആരും എടുത്തില്ല. കോൾ കട്ടായി. ശേഷം ഞാൻ നോർമൽ കോൾ വിളിച്ചു. അപ്പോഴാണ് അപ്പുറത്തെ തലയ്ക്കൽ കരച്ചിലും നിലവിളിയുമാണെന്ന് കേട്ടത്. എൻ്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു. നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. എനിക്ക് മാത്രമല്ല, ചേച്ചിയുടെ കോൺടാക്റ്റിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് പോയിട്ടുണ്ട്. ചേച്ചി ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കോൾ ആകുമെന്ന് കരുതി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന കോൾ എടുത്തോടെയാണ് പ്രശ്നമായത്. ശേഷം ഞങ്ങൾ സൈബർ സെല്ലിന് പരാതിപ്പെട്ടെങ്കിലും കാര്യമുണ്ടായില്ല. അപ്പോഴേക്കും തട്ടിപ്പ് സംഘം പണം ATMിൽ നിന്ന് പിൻവലിച്ചിരുന്നു. സംഭവം നടന്ന ഒരു മണിക്കൂറിൽ ഉദ്യോഗസ്ഥരെ സഹായം തേടിയാൽ പണം ചിലപ്പോൾ തിരികെ കിട്ടുമായിരുന്നെന്നും അമൃത അനുഭവം പങ്കിട്ട് പറഞ്ഞു.